നിഹാൽ സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും വിചാരിക്കും IPL ഏറ്റവും മികച്ച ലെജൻഡറി അത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും MS ധോണിയുമാണെന്ന്. പക്ഷെ അവരെക്കാൾ മികച്ചൊരു ലെജൻഡറി പ്ലെയർ ഈ IPL സീസണിലുണ്ട്. അത് എല്ലാവർക്കും അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാരാണെന്നറിയുമോ? സാക്ഷാൽ ശ്രേയസ് അയ്യറാണ്. IPL ലെജൻഡാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തൻ്റെ IPL കരിയറിലെ ആദ്യ വർഷം തന്നെ ഡൽഹിയെ ഫൈനൽ വരെ എത്തിച്ചു. പക്ഷെ കിരീടം എന്ന ലക്ഷ്യം അദ്ദേഹത്തിന് നേടാനായില്ല. അതിൻ്റെ വിഷമം മാറ്റാൻ അദ്ദേഹം കൊൽക്കത്തയിൽ ചേക്കേറി. 2024 കൊൽക്കത്തയിൽ അദ്ദേഹം ചേക്കേറി. ആദ്യ വർഷം തന്നെ കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്തു. ടീമിൽ നിലനിർത്താൻ അവർ താല്പര്യപ്പെടാത്തത് കാരണം അദ്ദേഹം നേരെ പഞ്ചാബിൽ ചേക്കേറി. പഞ്ചാബിനെ ആദ്യ വർഷം തന്നെ റണ്ണറപ്പാക്കി. RCBയുടെ കൂടെ 6 റൺസിന് തോറ്റ് പഞ്ചാബിനെ റണ്ണറപ്പാക്കി. ഈ വർഷം തോൽവി അറിയാതെ യാത്ര ചെയ്തു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ കൂടെ പഞ്ചാബ് കിങ്സ് തോറ്റുപോയി. പക്ഷെ ഒരു കളി തോൽവി എല്ലാ ടീമിനും ഉണ്ടാകും. തോൽവി ആണ് അടുത്ത സ്റ്റെപ്പ് വിജയത്തിനുള്ള വഴി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ്? അടുത്ത പോയിന്റ്, ഏറ്റവും മികച്ച ഇന്റലിജന്റായ ക്യാപ്റ്റൻസി. അദ്ദേഹത്തിന് ഇന്റലിജന്റായ ക്യാപ്റ്റൻസിയെ നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം ഇപ്പോൾ സമ്മർദ്ദഘട്ടത്തിൽ ആദ്യം ഇവർ ബൗളിംഗ് തിരഞ്ഞെടുത്തു പഞ്ചാബ് ഉദാഹരണം. അപ്പോൾ അവരടിച്ചു പറത്തുകയാണ്. അപ്പോൾ അവരുടെ കൂട്ടുകെട്ടിനെ തകർക്കാൻ ഇന്റലിജന്റായ ബ്രെയിൻ ഉപയോഗിച്ച് ചിലപ്പോൾ സ്പിന്നിനെ ഇറക്കി വിടും, ചിലപ്പോൾ മീഡിയം പേസറിനെ ഇറക്കി വിടും. അത് ശ്രേയസ് അയ്യരുടെ ഒരു ഇന്റലിജന്റ് ക്യാപ്റ്റൻസി കൊണ്ടാണ്. അപ്പോൾ ആ ഇറക്കി വിടുമ്പോൾ അവിടെ ഒരു വിക്കറ്റ് വീഴ്ച അവർക്ക് സംഭവിക്കും. അപ്പോൾ അങ്ങനെ പഞ്ചാബിന് ഒരു വിക്കറ്റ് കിട്ടി. പിന്നെ അങ്ങനെ ഇന്റലിജന്റായ ക്യാപ്റ്റനാണ്. പിന്നെ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ഒരു മോശമെന്ന് പറയുന്നില്ല. ഇവർ 3 പേരുമാണ് എപ്പോഴും IPL ലെജൻഡറി എന്ന് പറഞ്ഞ് നടക്കണ്ട. ഇനി IPL ലെജൻഡറി അത് ശ്രേയസ് അയ്യറുമുണ്ട്. ഇനി അടുത്ത ഇന്ത്യൻ ടീമിന് നായകനാകാൻ പോകുന്ന സൂര്യകുമാർ യാദവിന് ശേഷം അടുത്ത ഇന്ത്യൻ ടീമിലെ നായകനാകാൻ പോകുന്ന ശ്രേയസ് അയ്യർ IPL ലെജൻഡറിയാണ്. IPL ലെജൻഡറി ഇത് ശ്രേയസ് അയ്യറാണ്. പഞ്ചാബിനെ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാറ്റിങ്ങിലാകട്ടെ പട്ടു ഫോമാണ്. ഇപ്പൊ ചേസ് ചെയ്ത് കഴിഞ്ഞ കളി നമ്മൾ മത്സരിച്ച് നോക്കിയല്ലോ, ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 264 റൺസ് ഡൽഹി അടിച്ചപ്പോൾ അതിനെയും ചേസ് ചെയ്ത് മറികടന്ന് പഞ്ചാബ് വിജയിച്ചില്ലേ? അത് ആരുടെ മികവിലാണ് വിജയിച്ചത്? ഓപ്പണിംഗ് കൂട്ടുകെട്ട് പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാനും ചേർന്ന് തുടങ്ങി വെച്ച കളിയെ അവസാനിപ്പിച്ചു കൊടുത്തു ശ്രേയസ് അയ്യർ. കളിയെ നിയന്ത്രിക്കാൻ അറിയുന്ന ഒരു ക്യാപ്റ്റനാണ്. കളിയെ നിയന്ത്രിക്കാൻ കഴിയാൻ ശേഷിയുള്ള ഒരു താരമാണ് അദ്ദേഹം. അത് കാരണമാണ് ഞാൻ അദ്ദേഹത്തെ IPL ലെജൻഡറി എന്ന് വിളിക്കാൻ കാരണം. നിങ്ങളുടെ അഭിപ്രായം ഇദ്ദേഹത്തെക്കുറിച്ച് എന്താണ്? കമന്റിലൂടെ പറയൂ. വീണ്ടും ഒരു വീഡിയോയായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.